ശരീരപരമായി സ്ത്രീകൾക്ക് കല്യാണത്തിന് സമയത്ത് കൊടുക്കുന്ന അവകാശങ്ങളും വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ സ്ത്രീധനം ഈ വെളുപ്പിക്കൽ സിദ്ധാന്തം ഒരു ഉസ്താദുമാർ ചെയ്യുന്ന സാധനമാണ് ഇവിടെ നിന്നിട്ട് ഇദ്ദേഹം ചെയ്തത്. ഇതാണ് പറഞ്ഞത് അയാൾക്ക് തലക്ക് സുഖമില്ലാന്ന്. നിങ്ങളുടെ ഈ തരത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസ് ചത്ത് മലച്ചു എന്നേ ഞാൻ പറയുള്ളൂ. ഇതുപോലെ ശരീരത്ത് ക്ലാസ് എടുക്കാൻ ഉസ്താദായിട്ട് മാറിയത് ഏറ്റവും വലിയ അധപതനമാണ്. ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം നിങ്ങൾ വെറുതെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വഴിയിൽ വേണേ കളഞ്ഞു നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പെറുക്കിയെടുക്കാം. വെറുതെ അല്ല നിങ്ങൾ ഈ പൊടി പോലും കാണാത്ത രീതിയിലേക്ക് മാറിയത്. ഞാൻ നമുക്ക് സഭ്യമായ വാക്കുകൾ മാത്രം ഈ ചർച്ചയിൽ ഉപയോഗിക്കാം പ്ലീസ്. ജനാധിപത്യത്തിന്റെ അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്ന ആളുകളല്ല, അപ്പൊ നമ്മൾ ആദ്യം അത് കാണിക്കും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴും ശരീഅത്ത് നിയമം തന്നെ ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കണം, ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള നീതിയും ഈ സമൂഹത്തിൽ ലഭ്യമാകരുത് എന്ന് നിങ്ങൾ ഇത്ര വാശി പിടിക്കുന്നത് എന്തിനാണ്? അങ്ങയുടെ മതത്തിൽപ്പെട്ട ഒരാള് ദ്രുതമതിയായ താങ്കൾക്ക് തന്നെ ശബരിമലയിൽ പോകണം ചോദിച്ചാൽ പറ്റുമോ? എന്താ അത് അനീതിയല്ലേ? ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ? അത് ശരി. അതെന്റെ വിശ്വാസമാണ്. പക്ഷേ ഏക സിവിൽ കോഡ് വരുമ്പോൾ അതല്ല സ്ഥിതി. ഒരു മുസ്ലിം സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുന്നതാണ് ചോദ്യം ചെയ്യുന്നത്. സ്ത്രീ ഞാനത് പറയട്ടെ, നീ ഒന്നും പണയണ്ട. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ മതപരമായ വിശ്വാസപരമായ എന്ത് കണ്ടന്റാണ് യുസിസിയിൽ ഉള്ളത്? അല്ല, അത് ശരിയല്ല. ആരിഫ് ഹുസൈനിലേക്ക് വന്നിട്ടില്ല. ആരിഫ് ഹുസൈനിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് വരാം. മറുപടി പറയാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ അന്ന് തരുന്നില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിലില്ല. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വണ്ടിക്കൂലി. വേഗം സ്ഥലം വിടും. അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടി അങ്ങനെ പറഞ്ഞു പോകരുത് ശ്രീനിയാസ്. പാർട്ടി ചാനലായിരിക്കും. അത് എനിക്ക് വിഷയമല്ല. ഗ്യാസ് എടുത്തോണ്ടല്ല നീലിമ കയറി അന്ന് മേയാൻ വിരാജാൻ പറ്റില്ല. കൂട്ടി പോയിക്കോ, അന്ന് ഉല്ലാസം കൂട്ടി ചർച്ച നടത്തിക്കോ. ഞങ്ങളില്ല. അല്ല ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് ഞാൻ ഈ ചർച്ചയ്ക്കില്ല. നീ ഒന്ന് ചിണുങ്ങായിരിക്കുന്നുണ്ടോ? ചിണുങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? താങ്കൾ ആ മാന്യത കാണിക്കുന്നില്ല. താങ്കൾ ഈ ബിജെപിയോട് മാന്യത കാണിക്കാൻ എല്ലാവർക്കും അങ്ങനെ കഴിയുന്നില്ല. ഞങ്ങളെ വിളിക്കണ്ട. താങ്കൾ മറുപടി പറയൂ. താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകൂ. താങ്കൾ ഇടയിൽ കയറി. ഞാൻ പിൻവാങ്ങി. താങ്കൾ പറയും. മനുഷ്യാവകാശ പ്രകാരം ഒരു ധൃതമതിയായ സ്ത്രീക്ക് ഒരു ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശം നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യാവകാശം കൊണ്ടല്ലോ, വിശ്വാസ പ്രമാണം കൊണ്ട്. അതാണ് എല്ലാ മതങ്ങൾക്കും നൽകിയിരിക്കുന്ന അവകാശങ്ങൾ. എത്ര മനോഹരമായ ആചാരങ്ങൾ. എന്റെ വിശ്വാസ പ്രമാണ പ്രകാരം ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നു. ഖുർആനിൽ പറയുന്നത് ശരിയായാലും തെറ്റായാലും അത് അനുസരിച്ച് ജീവിക്കാൻ ഒരു മതപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവകാശം ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നുണ്ട്. ആ ഭരണഘടനയിൽ തൊട്ട് താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി താങ്കൾ എന്താ പറഞ്ഞത്? അത് മനുഷ്യാവകാശം എനിക്കില്ല എന്നാണ്. ഞങ്ങളെല്ലാം പറയാലോ. പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു, അന്ന് ഈ രാജ്യത്തെ രണ്ട് വിഭാഗങ്ങളെയും കലക്കി ഈ രാജ്യത്ത് കിരാതമായി വർഗീയ സംഘർഷം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചതിയൻ ചന്തുവിന്റെ റോളാണ് താങ്കളും താങ്കളുടെ ബിജെപിയും മുന്നോട്ട് പോകുന്നത്. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. പാരമ്പര്യമുള്ള രാഷ്ട്രീയ നാല് പെണ്ണ് കെട്ടാൻ കഴിയൂല എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. അതേ ഉള്ളൂ. ഇപ്പൊ ഇതിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ അനാവശ്യമായ കാര്യം ഒന്നും പറയണ്ട. കേട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ ശബരിമലയിൽ ദ്രുതമതിയായ ഒരു സ്ത്രീക്ക് പോകാൻ ഈ സിവിൽ കോഡ് നിയമം നിങ്ങൾ കൊണ്ടുവരുമോ? ഇങ്ങനെ പറഞ്ഞ മേജർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. നിയാസിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. ആരിഫ് ഹുസൈൻ ഒന്ന് ഇടപെട്ടോട്ടെ. നിയാസ് ഇവിടെ ചെയ്തിട്ടുള്ള കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 25 കുറിച്ച് പറഞ്ഞു. അതിൽ ഫ്രീഡം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത് അത് വിശ്വാസം കൊണ്ടു നടക്കാനുള്ള എന്തോ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് മാത്രമല്ല, കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസം എന്നല്ല അർത്ഥം വരുന്നത്, ബോധ്യം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതാണ് ഒന്നാമത്തെ തട്ടിപ്പ്. അതാദ്യം തിരുത്തുക.
അതിന്റെ താഴേക്ക് അദ്ദേഹം ഒരു വാചകം വായിച്ചു, എന്നിട്ട് വെള്ളെ അതങ്ങ് വിഴുങ്ങി. അതെന്താണ്? സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം. അതെന്തേ വിഴുങ്ങിയത്? അതാണ് രണ്ടാമത്തെ തട്ടിപ്പ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഇനി മൂന്നാമത്തെ തട്ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറുന്നതിനെ കുറിച്ചിട്ട് അത് മനുഷ്യാവകാശ പ്രശ്നം. അത് മനുഷ്യാവകാശ പ്രശ്നമല്ല, അത് തുല്യതയുടെ പ്രശ്നം ആയതുകൊണ്ടാണ്. അത് തുല്യത വെച്ചുകൊണ്ട് തന്നെ ആ ആർട്ടിക്കിൾ 14 മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള തുല്യത, നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി അതിന് വേണ്ടിയിട്ട് നിയമത്തിലേക്ക് കടക്കുന്നതും അതിന് വേണ്ടിയിട്ട് അനുവദിക്കണം എന്നുള്ള രീതിയിലേക്ക് വരുന്നതും അതിവിടെ കേരളത്തിലടക്കം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷം തുനിഞ്ഞിറങ്ങിയതും ഒക്കെ നമ്മളിവിടെ കണ്ടു. തുടക്കത്തിൽ അത് BJP അടക്കമുള്ള ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്ത്. ഇന്നും RSS ഒക്കെ അതിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭാഗം പറയാൻ പറ്റും. പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിയാസ് ഏറ്റവും മിനിമം ചെയ്യേണ്ടത് നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇന്ത്യയിൽ ഇവിടെ ഒരു ഹിന്ദു കോഡ് എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കുക. ഇവിടെ അംബേദ്കറും നെഹ്റുവും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭാഷണങ്ങളും അവർ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും രാജിവെക്കുന്ന അവസ്ഥയും, അതുപോലെ തന്നെ ഹിന്ദു കോഡ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന സംഗതി അത് സാധിക്കാതെ പല കഷ്ണങ്ങളായിട്ട് കൊണ്ടുവരേണ്ടി വന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പ്രശ്നമാണ്. കാരണം അവരെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു തുല്യതയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ പണ്ടേ നടത്തി അതിനുള്ള എതിർപ്പുകളെ വകവെക്കാതെ മുന്നോട്ട് പോയി ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് മാതൃകയാകേണ്ട കാര്യമാണ്. എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആരോന്നായിരിക്കും. അത് ഇന്ന് തടസ്സം നിൽക്കുന്നത് നിങ്ങൾ ഇത് ഹിന്ദുക്കൾക്ക് ചെയ്തു, എന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച നെഹ്റുവിന്റെ പാരമ്പര്യം പേർന്ന് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നാണുണ്ടോ ഇവിടെ കിടന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴലുതാന്ന് എനിക്ക് ചോദിക്കാം. നിങ്ങൾ എന്ത് തുല്യതയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ഏത് ജനാധിപത്യ മര്യാദയെ കുറിച്ചാണ് നിങ്ങൾ പൊക്കി ഇതുപോലെ പാട്ടുപാട്ടുമായിട്ട് നടക്കുന്നത്? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? സ്വന്തം പോക്കറ്റിലേക്ക് ആദ്യം നോക്കണ്ടേ? അതാണ് എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇനി ഞാൻ പറയുന്നത് തുല്യത അത് ഹിന്ദുക്കൾക്ക് മാത്രം പോരാ, അത് മുസ്ലിങ്ങൾക്കും വേണം. അവിടെ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് അതിന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അത് ഹിന്ദുവിന് മാത്രം മതി എന്ന് നിങ്ങൾ നിലപാടെടുക്കുന്നു? ഇത് മനഃപൂർവ്വം നമ്മൾ കുഴക്കാൻ വേണ്ടി ചെയ്തതല്ലേ? എന്തേ പിടിച്ചില്ലേ? ഇനി ഇവിടെ ഈ പറയുന്ന വഖഫിന്റെ കാര്യം വരുമ്പോ, വഖഫിലുള്ള ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അതുകൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും, അതായത് ഒരു പല്ലും നഖവും ഒന്നും ഇല്ലാത്ത ഏതോ ഒരു പാഴ് ജന്മത്തെ പിടിച്ച് ഇതേപോലെ എല്ലാം ഫിറ്റ് ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ നിയമത്തിന് ഇതേപോലെ ആയുധം കൊടുത്ത് വിട്ടത് ആരാ? അത് നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത് കോൺഗ്രസ്, അതിന്റെ വളർത്തിയത് കോൺഗ്രസ്, ഇന്നിപ്പോ കൊമ്പും മുള്ളും വെച്ചു കൊടുത്തത് കോൺഗ്രസ്. എന്നിട്ട് ഇന്ന് അതിന്റെ ബുദ്ധിമുട്ട് അനുവദിക്കുന്ന നാട്ടുകാർ പ്രശ്നമായിട്ട് വരുമ്പോ നിങ്ങൾ അത് ഡിനൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അത് ശരിയാ. ആ വഖഫ് ഭേദഗതി അത് വേണം, ആവശ്യം. ഞാൻ പറയാ ഭേദഗതിയല്ല, ആ സാധനം അപ്പാടെടുത്ത് കളയേണ്ട കാര്യം. ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന എന്തിനാണ്? ഇതുപോലുള്ള മതങ്ങളെയും മത നിയമത്തെയും ഇതുപോലെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ലാന്ന് ആരാ പറയുന്നത്? പക്ഷേ സബ്ജക്ട് ടു മൊറാലിറ്റി, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, സബ്ജക്ട് ടു ഹെൽത്ത് എന്ന് പറയുന്നതോടൊപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭേദഗതി കൂടി നടത്തിയിട്ട് ചേർക്കേണ്ട സാധനമാണ് സബ്ജക്ട് ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം കൂടി ചേർത്താൽ തന്നെ പല കാര്യങ്ങളും ഇവിടെ സോൾവ് ആവും. അപ്പൊ അത് നമ്മൾ കൂട്ടായി ഇരുന്ന് ചിന്തിച്ച് അതിനകത്തേക്ക് വരുത്തേണ്ട ഒരു പുതിയൊരു മാറ്റമാണ്. എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. ഇങ്ങനെയല്ലാതെ ഇവനെ ഒരു മനുഷ്യനാക്കി എടുക്കാൻ പറ്റില്ല ശങ്കരേട്ടാ. ഈ പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു വക്താവ് അല്ലെങ്കിൽ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഇതിന് കാണുന്ന ഒരു കുറവ് അതാണ്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇക്വാലിറ്റി എന്നുള്ളത് കൂടി അവിടെ ചേർക്കണമായിരുന്നു. ഇപ്പൊ ഇതില്ലെങ്കിൽ തന്നെയും മറ്റൊരു ആർട്ടിക്കിൾ അത് ഉള്ളത് കൊണ്ട് അവിടെ നോൺ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് പൊക്കി വെക്കേണ്ട ഘട്ടമാണത്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതുപോലുള്ള സംഗതികളൊക്കെ വലിയ ആളുകളാണ് എന്ന് സ്വയം നടിച്ചിട്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലും, ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം പോലും ഇതുപോലെ ശരിയായ രീതിയിൽ പറയാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി മനസ്സിലാവാത്ത കാലഘട്ടമല്ല. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. നിങ്ങൾ അല്ലെങ്കിൽ പറയും കോൺഷ്യസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വിശ്വാസമാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചതാ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞു വിശ്വാസമല്ല, ബോധ്യമാണ്. അതിൽ മതമുള്ളവനും ഇല്ലാത്തവനും അവന്റെ കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ സബ്ജക്ട് പബ്ലിക് മൊറാലിറ്റി ഓർഡർ എന്നൊക്കെ പറഞ്ഞ സാധനം എന്തുകൊണ്ട് നിങ്ങൾ വിഴുങ്ങി? ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതാ വേണ്ടത്, വിശ്വാസമല്ല ബോധ്യം. അത് രണ്ടാണ്. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയാക്കാം. ഇസ്ലാം മതത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇസ്ലാം മതം എല്ലാം കുഴപ്പമാണ് എന്ന് ധരിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പോയി ഇസ്ലാം മതത്തിന്റെ പവിത്രത അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത്രക്കായല്ലേ? ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിം സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തിന്റെ തുല്യ അവകാശം ഉണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഇല്ല. അതേപോലെ തന്നെ മക്കത്തായ സിസ്റ്റത്തിലും ഒരേ തുല്യനീതിയാണോ? ഇതാണോ ജനാധിപത്യം? ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെ സ്വത്തവകാശം ഒരേപോലെയാണോ? സംശയമുള്ളത് ഞാൻ ചോദിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് അതിനെ പരിഹരിക്കാനല്ലേ ശ്രമിക്കുന്നത്? നിന്റെ സോക്കേട് എനിക്ക് ആദ്യമേ മനസ്സിലായി. നിയമപരമായി
ശരീഅത്ത് പരമായി എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കല്യാണത്തിന് സമയത്ത് കൊടുക്കുന്ന അവകാശങ്ങളും സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തവകാശത്തിൽ പങ്കുള്ളത് കൊണ്ടും ആ ഒരു അതല്ല ഉദ്ദേശം. മക്കത്തായ സിസ്റ്റവും മരുമക്കത്തായ സിസ്റ്റവും രണ്ടും ഒന്നാണോ? ആ മക്കത്തായ സിസ്റ്റം പ്രകാരം ആ പെൺകുട്ടിക്ക് കിട്ടുന്നതും മരുമക്കത്തായ സിസ്റ്റം പ്രകാരം ഒരേ ശതമാനമാണോ? നിങ്ങൾ വളരെ മോശമായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന മക്കത്തായ മരുമക്കത്തായ പറയൂ, മറുപടി പറയൂ. ആ കാലഘട്ടമൊക്കെ കടന്നുപോയി. താങ്കൾ അഭിഭാഷകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? ഒരു വിശ്വാസം വരില്ല. അതാണ് നമ്മളുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ മേഖലയ്ക്ക് സംഭവിച്ചത് ഏറ്റവും വലിയ ജീർണതയുടെ ഒരു മുഖമാണ് സത്യത്തിൽ ഇന്ന് ഇവിടെ നിയാസിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ പറയുള്ളൂ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു കാലത്ത് ഇവിടെ പ്രതിനിധീകരിച്ചത് എന്തിനെയായിരുന്നു? നമ്മളുടെ ഇന്ത്യയുടെ ആ രാഷ്ട്രീയ മേഖലയുടെ ആ ഒരു സെക്യുലറിസത്തിന്റെയും അല്ലെങ്കിൽ നെഹ്റൂവിയൻ സെക്യുലറിസം എന്നൊക്കെ നമ്മൾ പറയാറുള്ള സംഗതിയുടെ മുഖമായി നിൽക്കുന്ന ആ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ശരീരത്തിന് വേണ്ടിയിട്ടാണെന്ന് വരുന്നവർക്ക് തന്നെ ഇത് മരിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ചത്ത് മലച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പറയുന്നു, മരുമക്കത്തായത്തിന്റെ കാര്യം പറയുന്നു. അതായത് ഒരു സമൂഹത്തെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം ആളുകൾ മരുമക്കത്തായത്തിന്റെ പിടിയിൽ വരും? നിങ്ങളൊന്ന് പറയൂ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ യൂണിഫോം സിവിൽ കോഡിലൂടെ അതിനെ പരിഹരിക്കാനല്ലേ ശ്രമിക്കുന്നത്? മുസ്ലിം വ്യക്തികളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ യൂണിഫോം സിവിൽ കോഡ് അഡ്രസ് ചെയ്യുന്ന വിഷയം എടുത്തു കഴിയുമ്പോൾ അതിൽ അഡ്രസ് ചെയ്യുന്ന ഈ സ്വത്തവകാശത്തിന്റെ വിഷയം എന്ന് പറയുന്നത് മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു ചെറിയ ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു വിഷയമാണോ? ഇത് എന്ത് കമ്പാരിസൺ ആണ്? നിങ്ങൾ എന്താ ഈ ആട് മാനയും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ അജഗജാന്തരം എന്ന് കേട്ടിട്ടുണ്ടാവും. നിയാസ് കേട്ടില്ലെങ്കിൽ പറയാണ്. മുസ്ലിം സമുദായത്തിലെ പകുതി ആയിട്ടുള്ള മൊത്തം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതൽ ഉണ്ട് എന്ന് തന്നെ പറയാവുന്ന സ്ത്രീകളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തെയാണ് ഇതിനകത്ത് നിൽക്കുന്ന വളരെ ചെറിയ ശതമാനമുള്ള മരുമക്കത്തായവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആളുകളെ പറ്റി. ഇങ്ങനെയാണോ കോൺഗ്രസ് ഇവിടെ ആളുകളെ പറ്റിച്ചിത്ര നാളും വെറുതെ അല്ല നിങ്ങൾ ഈ പൊടി പോലും കാണാത്ത രീതിയിലേക്ക് മാറിയത് എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ അന്ത്യം ദിനം എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഈ തരത്തിലുള്ള നിലപാടുകൾ ഈ മതത്തെ കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയം പറയുന്നിടത്ത് നിങ്ങൾ ഈ മത നിയമം ശരിയായിട്ട് പറയേണ്ട എന്ത് കാര്യമുള്ളത്? കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതിലെ ജീർണതയെ കുറിച്ച് ഞാൻ ഉപദേശിക്കും. ജീർണതയെ കുറിച്ച് പറയേണ്ട സമയത്ത് നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നതിന് പകരം അതിന് അപ്പോൾ ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾ മാറുകയാണ്. ഇസ്ലാമിലെ തുല്യത എന്ന് പറയുന്ന സാധനം 7 അയലത്ത് വരാത്ത സാധനമാണ് പറയേണ്ടതല്ലേ എന്ന്. അത് നിങ്ങൾ ബെസ്റ്റ് തല മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല പറയുന്നതിന് പകരം കോൺഗ്രസ്സുകാരനായിട്ട് വന്നിരുന്നുണ്ട് ഇതുപോലെ ശരീഅത്ത് ക്ലാസ് എടുക്കാൻ ഉസ്താദായിട്ട് മാറിയത് ഏറ്റവും വലിയ അധപതനമാണിത്. നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ദോഷമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇദ്ദേഹം പറഞ്ഞെന്താണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പകുതി കൊടുക്കുന്നു എന്ന് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം നിങ്ങൾ വെറുതെ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, വഴിയിൽ വേണമെങ്കിൽ കളഞ്ഞു നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പെറുക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പകുതി കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഈ വെളുപ്പിക്കൽ സിദ്ധാന്തം ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ന്യായീകരണ ഫാക്ടറി. അത് തുറന്നു. ഒരു ഉസ്താദുമാർ ചെയ്യുന്ന സാധനമാണ് ഇവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം ചെയ്തത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ സ്ത്രീകൾക്ക് കല്യാണ സമയത്ത് ചില സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് വെച്ചാൽ സ്ത്രീധനം. ഒരു കോൺഗ്രസിന്റെ വക്താവ് ഇവിടുത്തെ നിയമത്തിനായിട്ട് ഇരിക്കുന്ന വക്കീലായിട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് പറയുകയാണ് സ്ത്രീധനത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. ഇത് സത്യത്തിൽ ഇവിടെ സ്ത്രീധനത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് കേസ് എടുക്കേണ്ട സാധനമാണ്. അതേ ഞാൻ പറയുള്ളൂ. വേണ്ട വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. പറഞ്ഞാൽ മതി. കല്യാണ സമയത്താണ് നിങ്ങൾ സ്വത്ത് അവകാശം. നിയാസ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു സ്വത്തവകാശം തുല്യമാണോ എന്ന് ചോദിച്ചപ്പോൾ നിയാസ് എന്താ പറഞ്ഞത്? അല്ല, പകുതിയേ ഉള്ളൂ. എന്തുകൊണ്ട് പകുതി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ നടത്തിയ ന്യായീകരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നടത്തിയ ന്യായീകരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാം. ഒന്ന് പൊയ്ക്കോ മജീദേ, ഇങ്ങനെ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. നിങ്ങൾ പറഞ്ഞത് കല്യാണ സമയത്ത് അവർക്ക് ചില അവകാശങ്ങൾ കൊടുക്കുന്നു. എന്താ ഈ കല്യാണ സമയത്ത് കൊടുക്കുന്ന അവകാശം? എന്താണ് ആ സാധനത്തിന് നമ്മൾ പച്ചമലയാളത്തിലൂടെ പറയാ? നിങ്ങൾ അതിനെ അനുകൂലിക്കുകയാണ്. ഇനി അടവൊന്നും മാറ്റിയാലേ രക്ഷയുള്ളൂ. ഇങ്ങനെയാണോ നിങ്ങൾക്ക് എന്ത് കൊടുക്കുമെന്നായി പറയുന്നത്? നിങ്ങൾ സ്ത്രീധനത്തെയാണ് നിങ്ങളോട് പ്രോത്സാഹിപ്പിച്ചത്. വളരെയധികം തെറ്റായി, വളരെ മോശമായി ഞാൻ പറയും. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ.